ജീവിത പങ്കാളികൾക്കിടയിൽ മാനസിക അകൽച്ച കൂടുകയും മാനസിക അടുപ്പം കുറയുകയും ചെയ്യുന്നത് വിവിധ കാരണങ്ങളിലൂടെയാണ്. എന്നാൽ ഇത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒരു പ്രക്രിയയല്ല എന്ന് കൂടി മനസ്സിലാക്കണം. ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് അവർ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് ആ ബന്ധത്തിൽ എന്നത് തന്നെയാണ്. അതായത് അവരെന്തെങ്കിലും ഒന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇന്ററപ്റ്റ് ആകും, അല്ലെങ്കിൽ ഇതല്ലേ പറയാൻ വരുന്നതെന്നൊക്കെ ചോദിക്കും. അവർക്ക് ആശയവിനിമയം നല്ല രീതിയിൽ നടത്താനും പറ്റില്ല, എപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടും അവരുടെ പ്രവൃത്തി, വാക്കുകൾ എല്ലാം. രണ്ടാമത്തേത്, അവർക്കൊരിക്കലും അപ്രീസിയേഷൻ കിട്ടുന്നുണ്ടാവില്ല. എപ്പോഴും ഫീഡ്ബാക്സ് മാത്രമാണ്. അവരുടെ ലുക്സിനോ അല്ലെങ്കിൽ അവരെടുക്കുന്ന എഫേർട്സിനോ ഒന്നും ഒരു അപ്രീസിയേഷനും കിട്ടില്ല. കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ബിഗ് സീറോ ആണെങ്കിൽ ഇമോഷണൽ കണക്ഷൻ വല്ലാതെ കുറയുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അവർക്കൊരു ഇമോഷണൽ സേഫ്റ്റി ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. എപ്പോഴും ഒരു ഡിഫെൻസീവ്നെസ് ആയിരിക്കും. ആരെങ്കിലും എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോഴേ അതിനെ അങ്ങനെ തടയിട്ട് നിർത്തുക അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്ത് നിർത്തുക എന്നൊക്കെ പറയുന്ന രീതിയിൽ കമ്മ്യൂണിക്കേഷനൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഇമോഷണൽ സേഫ്റ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർക്ക് അവരായി ഇരിക്കാൻ പറ്റുന്ന ഒരു ഇടം എന്ന് പറയുന്നത് അവിടെ കിട്ടാതായിട്ടുണ്ട്. പിന്നെ ഇമോഷണൽ കണക്ഷനൊക്കെ വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്. ഒരു ഇന്റിമസി ലെവൽ അവിടെ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ചെയ്തു തീർക്കേണ്ട വീട്ടുകാര്യങ്ങൾ, വീട്ടുജോലികൾ, ടു ഡു ലിസ്റ്റ്, ഇതൊക്കെ മാത്രമാണ് അവർക്ക് പറയാനുള്ളതും ചെയ്യാനുള്ളതും. ക്രിയേറ്റിവിറ്റി ഇല്ല, ഫണ്ട് ഇല്ല, ഒരുമിച്ച് ഷെയർ ചെയ്യുന്ന എക്സ്പീരിയൻസ് ഇല്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും മാനസിക അടുപ്പം കുറയുക തന്നെ ചെയ്യും. പിന്നെ പാസ്റ്റിലുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, അതൊന്നും ചർച്ച ചെയ്യപ്പെടാത്തത് കൊണ്ട് തന്നെ വല്ലാതെ നീരസം ഡെവലപ്പ് ആയിക്കൊണ്ടേയിരിക്കും. എന്നാൽ ഒറ്റ രാത്രി കൊണ്ടല്ല ഒരു വ്യക്തി അകന്നു പോകുന്നത്. അവര് അകന്നു അല്ലെങ്കിൽ അകന്നു തുടങ്ങിയിരിക്കുന്നു. അവരിൽ നിന്ന് ഒരു വ്യത്യസ്തമായ പാറ്റേൺ വരുമ്പോൾ പോലും നിങ്ങളത് അഡ്രസ് ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് മനസ്സിലാകും അവർ അകന്നു പോയാലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും വരാനില്ല എന്നുള്ള രീതിയിൽ. മാനസിക അകൽച്ച കൂടുന്നതും മാനസിക അടുപ്പം കുറയുന്നതും ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കാത്ത കാര്യമായതിനാൽ ഒരു ചെറിയ വ്യത്യാസമൊക്കെ പങ്കാളിയിൽ വന്നു തുടങ്ങുമ്പോൾ, അതല്ല എങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അടുപ്പം കുറയുന്നു എന്ന് തോന്നി തുടങ്ങുമ്പോൾ ശരിക്കും എഫേർട്ട് ഇട്ടുകൊണ്ട് തന്നെ വേണം അതിനെ തിരിച്ചു പിടിക്കാനായിട്ട് ശ്രമിക്കാം.